ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിൻ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ജോഗ്രഫിയിലെ 7th ലെസണാണ്. ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അപ്പോൾ ഈ ലെസണിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോർത്തേൺ മൗണ്ടൻ റീജിയൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, അവയുടെ പ്രാധാന്യം. അതുപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ഹിമാലയൻ മൗണ്ടൻ, അവയുടെ ക്ലൈമറ്റ്, നോർത്തേൺ മൗണ്ടൻ പ്ലെയിൻസ്, ഇവയൊക്കെയാണ് മെയിനായിട്ട് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ വൈവിധ്യമാർന്ന രീതിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, റേഷ്യൽ ഡൈവേഴ്സിറ്റി, പിന്നെയോ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസിലും ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? നമുക്കത് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം പെനിൻസുല എന്താണെന്ന്. അതിനു മുമ്പ് എന്താണ് ഐലൻഡ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭൂമിയാണ് നമ്മൾ എന്ത് പറയുക, ഐലൻഡ് എന്ന് പറയുന്നത് അല്ലേ? 4 ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭൂമിയെ നമ്മൾ എന്ത് പറയും, ഐലൻഡ് എന്ന് പറയും. അപ്പോൾ പെനിൻസുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാൻഡ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ ഓൺ 3 sides. അതായത് 3 വശങ്ങളിൽ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭൂമിയാണ് നമ്മൾ എന്ത് പറയുക, പെനിൻസുല എന്ന് പറയുക. നോക്കിയേ, ഇന്ത്യയുടെ ഈ പോർഷനിൽ നമുക്ക് നോക്കാം. ഈസ്റ്റേൺ സൈഡിൽ നോക്കാം. ഈസ്റ്റേൺ സൈഡിൽ ബേ ഓഫ് ബംഗാൾ, വെസ്റ്റേൺ സൈഡിൽ അറേബ്യൻ സീ, അതുപോലെ സദേൺ സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ. ഇങ്ങനെ 3 സൈഡിലും വെള്ളത്താൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ എന്താണ്, നമുക്ക് ഇന്ത്യൻ പെനിൻസുല എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം. നോക്കിയേ, ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപ്. പെനിൻസുല ഇസ് ദ ലാൻഡ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ ഓൺ 3 sides. The southern part of Indian subcontinent is surrounded by oceans and hence it is known as Indian Peninsula. അതായത് സദേൺ പാർട്ടിൽ 3 വശങ്ങളാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, ഇവയെ ഇന്ത്യൻ ഉപദ്വീപ് അഥവാ ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് എന്ത് പറയുക, ഉപദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോകണം. അതായത് ഈ ലെസണിൽ നിന്ന് 7 മാർക്ക് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് മനസ്സിലാക്കി പഠിച്ചാൽ ഈസിലി നമുക്കത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സദേൺ സൈഡിൽ 3 വശത്താലും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അവയെ എന്ത് പറയുക, പെനിൻസുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലൊക്കേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് പഠിക്കാം. ലാറ്റിറ്റ്യൂഡ് 8 degree 4 minutes to 37 degree 6 minutes നോർത്താണ്. അതുപോലെ ലോങ്റ്റിറ്റ്യൂഡ് അഥവാ രേഖാംശം എങ്ങനെയാണെന്ന് നോക്കിക്കേ, 68 degree 7 minutes to 97 degree 25 minutes ഈസ്റ്റിലാണ്. ഇത് സാധാരണ 1 mark ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം, ലൊക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ, കഴിഞ്ഞ ലെസണിലൊക്കെ പഠിച്ചു. ലൊക്കേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഇത്ര ലാറ്റിറ്റ്യൂഡ് ഇത്ര ലോങ്റ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പം മറന്നു പോകാതെ പഠിക്കണം. 8 degree 4 minutes to 37 degree 6 minutes നോർത്തും 68 degree 7 minutes to 97 degree 25 minutes കിഴക്ക് വരെ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് പഠിക്കണം. നോക്കുക, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. കോണ്ടിനെൻറ്റ് നമുക്കറിയാം അല്ലേ, വൻകര. അപ്പോൾ ഇന്ത്യൻ പെനിൻസുല ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ട്, വൈവിധ്യങ്ങളാർന്ന, അതായത് നമുക്കറിയാം കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ വൈവിധ്യങ്ങളാർന്ന ലാൻഡ് ഭൂമിയാണ് നമ്മൾ എന്ത് പറയുക, കോണ്ടിനെൻ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ സബ് കോണ്ടിനെൻ്റായ ഇന്ത്യൻ പെനിൻസുലയും ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റീസ് ഉള്ള ഭൂപ്രദേശങ്ങളാണ്. ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. അതായത് വിവിധങ്ങളായ ഐലൻഡ്സ് ഉണ്ട്, മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, ഡെസേർട്ട് ഏരിയാസ് ഉണ്ട്, അതുപോലെ റിവേഴ്സ്, ഓഷ്യൻസ്, ഇതുപോലെ എല്ലാം കൊണ്ടും വൈവിധ്യമാർന്ന പ്രദേശമായതുകൊണ്ടാണ് ഇന്ത്യൻ പെനിൻസുലയെ നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാലയാസ്. അപ്പോൾ ഹിമാലയ പർവ്വതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരൊറ്റ വലിയൊരു പർവ്വതമാണ്, ഒരു മൗണ്ടൻ റേഞ്ചാണ് ഹിമാലയം എന്ന് പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നമ്പർ ഓഫ് മൗണ്ടൻ റേഞ്ചസ് ബൗണ്ട് ടുഗദർ ടു ഫോം ഹിമാലയ. അതിൽ ഒത്തിരി മൗണ്ടൻ റേഞ്ചസ് കൂടി ചേർന്നാണ് ഹിമാലയം പർവ്വതം അല്ലെങ്കിൽ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഒത്തിരി മൗണ്ടൻ റേഞ്ചസ് കൂടി ചേർന്നാണ്. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഡിഫറെൻറ്റ് മൗണ്ടൻ റേഞ്ചസിനെ കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഹിമാലയാസിലുള്ള മെയിൻ മൗണ്ടൻ റീജിയൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ട്രാൻസ് ഹിമാലയാസ്, മിഡിൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ഇത്തരം 3 ഡിഫറെൻറ്റ്, അതായത് ഈ മൗണ്ടൻ റീജിയൻസിനെ വീണ്ടും ലെയർ ബൈ ലെയേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയത്? ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയ, സെക്കൻഡ് വൺ ഹിമാലയാസ്, മിഡിൽ പോർഷനായിട്ട് ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ഈ ഓരോ ക്ലാസിഫിക്കേഷനിലും വീണ്ടും അതിൻ്റെ കൂടെ കുറേ മൗണ്ടൻ റേഞ്ചസ് കൂടുന്നതാണ്. എന്തൊക്കെ? ഈസ്റ്റേൺ ഹൈലൻഡും ഹിമാലയാസും, മിഡിൽ ഏരിയയിലുള്ള ഹിമാലയാസും, അതുപോലെ ട്രാൻസ് ഹിമാലയാസും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോർത്തേൺ മൗണ്ടൻ റീജിയൻസിൽ നമ്മൾ പഠിച്ചു ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് കമ്പൈൻ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് ടുഗദർ ടു ഫോം വാട്ട്? ഹിമാലയൻ മൗണ്ടൻസ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദേ? ദാറ്റ് ഈസ് ട്രാൻസ് ഹിമാലയ, മിഡിൽ റീജിയൻ ആൻഡ് ഈസ്റ്റേൺ ഹൈലൻഡ്സ്. മിഡിൽ റീജിയനുള്ള ഏതാ? ഹിമാലയാസ് ആണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് ABC എന്ന് കൊടുത്തിരിക്കുന്ന നോർത്തേൺ സൈഡിലുള്ളതാണ് എന്ത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ്. ദെൻ ഈ റോമൻ ലെറ്ററിൽ 1, 2, 3 കൊടുത്തിരിക്കുന്നതാണ് ദറ്റ് ഈസ് മിഡിൽ റീജിയനിലുള്ളതാണ് ഹിമാലയാസ്. ഇവിടെ 1, 2, 3, 4 എന്ന് ഈസ്റ്റേൺ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ 3 മൗണ്ടൻ റീജിയനും കൂടി ചേരുന്നതാണ് എന്ത്? ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. ഈ ഓരോ റീജിയനിലും സബ് മൗണ്ടൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം നോർത്തേൺ മൗണ്ടൻ റീജിയനിൽ വാട്ട് ആർ ദ മെയിൻ ഹിമാലയൻ റേഞ്ചസ്? ദറ്റ് ഈസ് ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. അതിൽ കാരക്കോരം, ലഡാക്ക്, സാസ്കർ ഇവ 3 കൂടുന്നതാണ് എന്ത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിമാലയാസ് ഏതൊക്കെയാണ്? മെയിൻ സബ് മൗണ്ടൻസ് വരുന്നത് ഏതൊക്കെയാണ്? ദറ്റ് ഈസ് ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ആൻഡ് തേർഡ് വൺ ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. അതിൻ്റെ സബ് മൗണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ: പട്കായ് ബാം, നാഗാ ഹിൽസ്, ഗാരോ, കാസി, ജയാറ്റിയ ഹിൽസ് ആൻഡ് മീസോ ഹിൽസ്. ഇത്രയും കൂടുന്നതാണ് എന്താ? നോർത്തേൺ മൗണ്ടൻ റീജിയനിലുള്ള പർവ്വതം. ഓക്കെ, ഹിമാലയാസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നില്ല അല്ലേ. ഒരു ഒറ്റ വലിയ പർവ്വതം, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരൊറ്റ പർവ്വതം എന്നായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല, ഇത്രയോ മൗണ്ടൻ റേഞ്ചസ് കൂടിയാണ് നമുക്ക് ഹിമാലയ എന്ന് പറയുന്നത്. നോക്കി, ട്രാൻസ് ഹിമാലയാസിലുള്ള മൗണ്ടൻസ് ഏതൊക്കെയായിരുന്നു? കാരക്കോരം, ലഡാക്ക് ആൻഡ് സാസ്കർ. ഈ 3 മൗണ്ടൻ റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കേ, കണ്ടോ? കാരക്കോരം, ലഡാക്ക് ആൻഡ് സാസ്കർ. ആ 3 റീജിയനും കൂടി കൂടുന്നതാണ് ട്രാൻസ് ഹിമാലയാസ്. നെക്സ്റ്റ് നോക്കിക്കേ, ഹിമാലയാസ്. അവിടെ എന്തൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. നോക്കിയേ, ഈ ഒരു റീജിയനാണ് ഹിമാലയാസിൻ്റെ ഇവിടെയായിട്ടാണ് ഈ ഒരു 3 മൗണ്ടൻ റേഞ്ചസും വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഏതൊക്കെയുണ്ട്? പട്കായ് ബാം, നാഗാ ഹിൽസ്, ഗാരോ, കാസി, ജാറ്റിയ ഹിൽസ് ആൻഡ് മീസോ ഹിൽസ്. നോക്കിയേ, നമുക്കിവിടെ നാഗാ ഹിൽസ്, പട്കായ് ബാം കാണാം. ദെൻ നെക്സ്റ്റ് വൺ മീസോ ഹിൽസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ?
നോക്കുക, ഈ പിക്ചറിൽ നോക്കിക്കേ, ഹിമാലയാസിൻ്റെ ഒരു ഏരിയ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം അല്ലേ, ഡിഫറെൻറ്റ് മൗണ്ടൻ റേഞ്ചസ് കൊണ്ടാണ് ഹിമാലയ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ലെങ്ത് എത്രയാണ് പറയുന്നത്? ലെങ്ത് 3400 കിലോമീറ്റർ. is a physical division comprises of 3 parallel mountain region. 3 പാരലൽ മൗണ്ടൻ റീജിയൻ ഉണ്ട്. ട്രാൻസ് ഹിമാലയ, ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹൈലൻഡ്സ്. അതിന് വീണ്ടും സബ് മൗണ്ടൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോക്കുക, നോർത്തേൺ മൗണ്ടൻസ് എക്സ്റ്റെൻഡ് ഫ്രം നോർത്ത് വെസ്റ്റ് ഓഫ് കാശ്മീർ ടു ദ ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ഇന്ത്യ. വടക്കൻ പർവ്വതങ്ങൾ വടക്ക് പടിഞ്ഞാറ് നിന്ന് കാശ്മീർ മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുന്നു. അതുപോലെ നോക്കിയേ, പാമീർ പ്ലേറ്റോ, ദ റൂഫ് ഓഫ് ദ വേൾഡ്. അതായത് ഇന്ത്യയുടെ നോർത്തേൺ റീജിയനിലെ ഏറ്റവും എക്സ്ട്രീം എൻഡിലാണ് നമ്മുടെ ഈ പാമീർ പ്ലേറ്റോ, പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് എങ്ങനെയാ? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതെല്ലാം പാമീർ പീഠഭൂമിയിലാണ്. കാരണം ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഈ പീഠഭൂമിയെക്കുറിച്ചും അതുപോലെ പർവ്വതനിരകളെക്കുറിച്ചും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ്, ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് ഹിമാലയാസ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ്. അതിൻ്റെ പേരെന്താ? മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ, ഹാസ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 8848 മീറ്റർ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. അതിൻ്റെ ഹൈറ്റ് പഠിച്ചിരിക്കണം, 8848 മീറ്ററാണ്. ഇതെവിടെയാണ്? ഹിമാലയയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയനിലെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് പഠിച്ചത് ഏതാ? ട്രാൻസ് ഹിമാലയാസ് ആണ് അല്ലേ? ട്രാൻസ് ഹിമാലയാസ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇൻക്ലൂഡ് കാരക്കോരം, ലഡാക്ക്, സാസ്കർ മൗണ്ടൻ റേഞ്ചസ്. ഇതിലുള്ള 3 മൗണ്ടൻ റേഞ്ചസ് ആണ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ. ഓക്കെ, മൗണ്ട് K2, ദ ഹയസ്റ്റ് പീക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റേഞ്ച്. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഏറ്റവും ഉയർന്ന മൗണ്ട് K2 എവിടെയാണ്? ഹിമാലയൻ റീജിയനിലാണെന്ന് പഠിച്ചു. ഹിമാലയൻ റീജിയനിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ് അത് വരുന്നത്? അതായത് ട്രാൻസ് ഹിമാലയയിലാണ്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കാരക്കോറം റീജിയൻ. അതായത് ട്രാൻസ് ഹിമാലയയിലെ വീണ്ടും സബ് മൗണ്ടൻസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? അതിൽ കാരക്കോറം റേഞ്ചിലാണ് ഏത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ആവറേജ് ഹൈറ്റ് ഓഫ് ട്രാൻസ് ഹിമാലയ ഈസ് 6000 മീറ്റേഴ്സ്. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയ പർവ്വതനിരകളുടെ ഹൈറ്റ് എത്രയാണ്? 6000 മീറ്റേഴ്സാണ്. നോക്കിയേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് K2. സ്ലൈഡ് ചേഞ്ചസ് ഇവിടെയാണ് 200. ഓക്കെ, അഥവാ ഗോഡിൻ ഓസ്റ്റിൻ. മൗണ്ട് K2 അതർ നെയിം ഏതാണ്? ഗോഡിൻ ഓസ്റ്റിൻ. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 8661 മീറ്റർ ഉയരമുണ്ട് മൗണ്ട് എവറസ്റ്റിന്. ദെൻ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്, 6000 മീറ്ററാണ്. അടുത്തായിട്ട് നമുക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയനിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? യെസ്, ഹിമാലയാസ് ആയിരുന്നു അല്ലേ? മിഡിൽ റീജിയനിലെ ഹിമാലയാസ്. അവയിലെ സബ് മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹിമാലയാസ് ഏതെല്ലാം മൗണ്ടൻ റേഞ്ചസ് കൂടുന്നതാണ് ഹിമാലയാസ് എന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ, പെക്യൂലിയർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചാണ് ഹിമാദ്രി. ഇവ മൂന്നിലും ഹയസ്റ്റ് മൗണ്ടൻ റീജിയൻ ഏതാണ്? യെസ്, റേഞ്ച് ഏതാണ്? ഹിമാദ്രിയാണ്. ആൻഡ് ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 6000 മീറ്റർ. അതിൻ്റെ ഏറ്റവും ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് 6000 മീറ്റർ ആണ്. പിന്നെയോ നോക്കിയേ, ഒറിജിൻ ഓഫ് ദ റിവർ ലൈക്ക് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഗംഗയും ബ്രഹ്മപുത്രയും ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹിമാദ്രിയിൽ നിന്നാണ്. ഹാസ് നമ്പർ ഓഫ് പീക്സ് എബവ്
8,000 മീറ്റർ എബോവ് നമ്പർ ഓഫ് പീക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ഹിമാചൽ, സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയയുടെ സൗത്ത് ആയിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? ഹിമാചൽ കാണുന്നത്. ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണെന്ന് നോക്കിക്കേ. ഓവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 3,000 മീറ്റർ. വാട്ട് അബൌട്ട് ഹിമാദ്രി? 6,000 മീറ്റർ അല്ലേ? ഏറ്റവും കൂടുതൽ ഹൈറ്റ് അപ്പോൾ ആർക്കാ? ഹിമാദ്രിക്കാണ്. ഹിമാചലിന് 3,000 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. പിന്നെയോ ദ ഹിൽ സ്റ്റേഷൻ ലൈക്ക് ഷിംല, ഡാർജിലിംഗ് എക്സെട്ര സിറ്റുവേറ്റഡ് ഹിയർ. ഏതൊക്കെ ഹിൽ സ്റ്റേഷനാണ്? സിംല, ഡാർജിലിംഗ് ഒക്കെ കാണപ്പെടുന്നത് ഈ ഒരു ഏരിയയിലാണ്. അടുത്ത് നമുക്ക് നോക്കാം. ശിവാലിക്, സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ഹിമാചൽ. ഹിമാചലിൻ്റെ സൗത്ത് പോർഷനായിട്ടാണ് സിവാലിക്കും കാണപ്പെടുന്നത്. ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയേ. ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 1,220 മീറ്റർ. ഇപ്പോൾ ഏറ്റവും ഹൈറ്റ് കുറവ് ഏതിനാ? ശിവാലിക്കിനാണ് അല്ലേ. നെക്സ്റ്റ്, ഇറ്റ് continuity breaks at many places. Broad flat valley along the ranges are called dunes. വളരെ വിസ്തൃതമായതും നീളമേറിയ പോർഷൻസ് ഉള്ളത് ഇവിടെയാണ്. താഴ്വരകളുള്ളത് ഇവിടെയാണ്. ഇവയെ എന്തെന്ന് പറയാം? ഡൂൺസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ഡെറാഡൂൺ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയനിലെ ഡിഫറെൻറ്റ് പാസസ്, ഡിഫറെൻറ്റ് ചുരങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കിയേ, ലിപ്പു ലേക്ക് നോക്കിയേ. പ്ലേസസ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഉത്തർഖണ്ഡ് ആൻഡ് ടിബറ്റ് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ചുരമാണ്, ലിപ്പു ലേക്ക്. ഇതൊക്കെ എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഷിപ്കീല, ഹിമാചൽ പ്രദേശും ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ്, പാസ്സാണ്. ഏത്? ഷിപ്കീല. നെക്സ്റ്റ് നോക്കിയേ, സോജീല, ശ്രീനഗർ ആൻഡ് കാർഗിൽ. ശ്രീനഗറും കാർഗിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ് സോജീല. നെക്സ്റ്റ് വൺ നാദൂല, സിക്കിം ആൻഡ് ടിബറ്റ്. ഓക്കെ, ഈ ഒരു ഏരിയ കണക്ട് ചെയ്യുന്നതാണ് നാദൂല. നമുക്കതൊന്ന് നോക്കാം. ഒരു മാപ്പിൽ എവിടെയാണത് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. നോക്കിയേ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം അല്ലേ. ലിപ്പൂല കാണാം, ഷിപ്കീല കാണാം. ദെൻ നെക്സ്റ്റ് വൺ സോജീല. ഓക്കെ, ഹിയർ സോജീല. ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നുകൂടെ. ദറ്റ് ഈസ് ലിപ്കൂല, ഷിപ്കീല, ദെൻ സോജീല. ഡിഫറെൻറ്റ് ചുരങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ റിവർ ബോൺ പ്ലെയിൻസ്, അതായത് ഡിഫറെൻറ്റ് റിവേഴ്സിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ റിവേഴ്സ് ഒഴുകിക്കൊണ്ട് അതിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് പല സമതലങ്ങളും പ്ലെയിൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഏത് റിവറിൽ നിന്നാണ് അത് ഫോം ചെയ്തതെന്ന് നോക്കാം. നോക്കിയേ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് ഏത് റിവേഴ്സിൽ നിന്നാണ്? റിവർ ഇൻഡസ് ആൻഡ് ഇസ് ട്രിബ്യൂട്ടറീസ്, അവയുടെ പോഷക നദികളിൽ നിന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ മരുസ്ഥാലി ആൻഡ് ബാഗർ പ്ലെയിൻ ഓഫ് രാജസ്ഥാൻ. ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തത് ഏതൊക്കെ റിവേഴ്സിൽ നിന്നാണ്? ലൂനിയ ആൻഡ് സരസ്വതി റിവർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഗംഗ പ്ലെയിൻ, ഗംഗാ സമതലം ഫോം ചെയ്തത് റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമാണ് ആ ഒരു സമതലം ഫോം ചെയ്തത്. ദെൻ ബ്രഹ്മപുത്ര പ്ലെയിൻ ഓഫ് ആസാം ഫോം ചെയ്തത് റിവർ ബ്രഹ്മപുത്ര ആൻഡ് ഇറ്റ് ട്രിബ്യൂട്ടറീസ്. ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദിയിൽ നിന്നുമാണ് എന്ത് ഫോം ചെയ്തത്? ബ്രഹ്മപുത്ര പ്ലെയിൻ, ആസാമിലുള്ള ബ്രഹ്മപുത്ര സമതലം ഫോം ചെയ്തത്. നോക്കിയേ, സമതലത്തിൻ്റെ പേര് പഞ്ചാബ് ഹരിയാന സമതലം. ഏതൊക്കെ നദികളാണ്? സിന്ധുവും പോഷക നദികളും കൂടിച്ചേർന്നാണ് ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ സമതലം ഫോം ചെയ്തത്. നെക്സ്റ്റ് നോക്കിക്കേ, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലങ്ങൾ എങ്ങനെയൊക്കെയാണ്? ലൂണി, സരസ്വതി നദികൾ കൂടിച്ചേർന്നാണ് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തത്. നെക്സ്റ്റ് വൺ ഗംഗാ സമതലം അല്ലേ. ഗംഗാ പ്ലെയിൻ ഫോം ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഗംഗയും പോഷക നദികളും, ഗംഗയും ഇസ് ട്രിബ്യൂട്ടറീസും ജോയിൻ ചെയ്താണ്, അതിൽ നിന്നാണ് ഈ ഒരു സമതലം ഫോം ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് വൺ ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ആസാമിലുള്ള ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര പ്ലെയിൻ ഫോം ചെയ്തത് ബ്രഹ്മപുത്രയും പോഷക നദികളും കൂടിച്ചേർന്നാണ്. ഇനി നമുക്ക് തേർഡ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ഈസ്റ്റേൺ ഹൈലൈൻസ് ആണ് അല്ലേ. അത് നമുക്ക് നോക്കാം. ദിസ് റീജിയൻ വിച്ച് ഈസ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 500 to 3000 മീറ്റർ ഈസ് നോൺ ആസ് പൂർവാഞ്ചൽ. നോക്കിക്കേ, ഈസ്റ്റേൺ ഹൈലൈൻസ് വ്യാപിച്ച് കിടക്കുന്നത് എത്രയാണ്? 500 മീറ്റർ തുടങ്ങി 3000 മീറ്റർ വരെയാണ്. ആ ഒരു ഏരിയയെ എന്ത് പറയാം? പൂർവാഞ്ചൽ എന്ന് പറയാം.
ചിറാപുഞ്ചി, ദ പ്ലേസ് റിസീവിങ് ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ്. അതായത് ചിറാപുഞ്ചി, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി എവിടെയാണ് കാണപ്പെടുന്നത്? ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഏരിയയിലാണ്. അതുപോലെ ദിസ് റീജിയൻ ഈസ് കോസ്ഡ് ബൈ ഡെൻസ് റെയിൻഫോൾ. ഇവിടെ എല്ലായ്പ്പോഴും ഹെവി റെയിൻഫോൾ ആയിരിക്കും. നമ്മളത് ചെറിയ ക്ലാസ്സിലേ തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചിയിലാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവിടെ എപ്പോഴും എന്തായിരിക്കും? മഴയായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റേൺ ഹൈലാൻഡ്സിലാണ്. ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഹിമാലയത്തിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷനായ ഈസ്റ്റേൺ ഹൈലാൻഡ്സിലാണ് ഇവ കാണപ്പെടുന്നത്. പിന്നെ നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് അഥവാ കിഴക്കൻ മലനിരകൾ അല്ലേ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാ? യെസ്, ചിറാപുഞ്ചിയിലാണ്. ആ ചിറാപുഞ്ചി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റേൺ ഹൈലാൻഡ്സ് അഥവാ കിഴക്കൻ മലനിരകളിലാണ് കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം, ഹ്യൂമൻ ലൈഫ് ഇൻ ദ ലാപ്പ് ഓഫ് ഹിമാലയാസ്. അവിടുത്തെ ആളുകളുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ മേജർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഈസ് അനിമൽ റിയറിങ് ദറ്റ് ഡിപ്പെൻഡ്സ് പ്യുവർലി ഓൺ ദ ഗ്രാസ് ലാൻഡ്സ്. പ്രധാന മാർഗം എന്തായിരുന്നു? ജീവിതമാർഗം, അതായത് മൃഗപരിപാലനമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ജീവിതമാർഗം. അതുപോലെ ഷീപ്സ് ആർ കൊമേഴ്സ്യലി റിയേർഡ് ഇൻ കാശ്മീർ ആൻഡ് ഹിമാചൽ. കാശ്മീർ, ഹിമാചൽ ഈ പ്ലേസുകളിലെല്ലാം ചെമ്മരിയാടിനെയാണ് അവർ മെയിനായിട്ട് വളർത്തിയിരുന്നത്. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടിനെയാണ് വളർത്തിയിരുന്നത്. അതുപോലെ ദ ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ടീ ഇൻ ഇന്ത്യ കംസ് ഫ്രം ആസാം മൗണ്ടൻ റീജിയൻ. ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആസാം മൗണ്ടൻ റീജിയനിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഹിൽ സ്റ്റേഷൻ ലൈക്ക് ഷിംല, ഡാർജിലിംഗ്, കുളു മണാലി ആർ സിറ്റുവേറ്റഡ് ഹിയർ. അപ്പോൾ സിംല, ഡാർജിലിംഗ്, കുളു മണാലി ഇവയെല്ലാം, ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതെല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം, സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം. അതായത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആസ് എ നാച്ചുറൽ ബാരിയർ ടു പ്രിവെൻറ്റ് ഇൻവേർഷൻ. വിദേശ ശക്തികളുടെ ആക്രമണം തടയാനായിട്ട് ഈ ഒരു പർവ്വതത്തിന് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ബാരിയറായിട്ട് ഇന്ത്യൻ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ ഈ ഒരു ഹിമാലയ പർവ്വതം സംരക്ഷിച്ചിരുന്നു. ബ്ലോക്ക് മൺസൂൺ വിൻഡ്സ് ആൻഡ് കോസ് റെയിൻഫോൾ. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിച്ചിരുന്നു. പിന്നെയോ പ്രിവെൻറ്റ് ദ ഡ്രൈ കോൾഡ് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഫ്രം എൻ്ററിങ് ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ. ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുത്തു നിന്നു. അതുപോലെ തന്നെ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫൂണ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലകങ്ങളെ ഉടലെടുക്കുന്നതിന് കാരണമായി. അതുപോലെ സോഴ്സ് ഓഫ് റീജിയൻ ഓഫ് റിവേഴ്സ്. നദികളുടെ ഉത്ഭവ പ്രദേശമായി. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ് അല്ലേ. നദികളുടെ ഉത്ഭവ പ്രദേശമായി മാറുകയും ചെയ്തു. അടുത്തായി നമുക്ക് റിവേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സ്. അതായത് ആദ്യം നമുക്ക് ത്രൂ ഔട്ട് ഇന്ത്യൻ റിവേഴ്സ് നോക്കിക്കേ ഈ പിക്ചറിലേക്ക്. ഈ ഇന്ത്യയിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം ഇന്ത്യയിലെ മേജർ റിവേഴ്സാണ്. അതിൽ ഈ ലെസണിൻ്റെ ഒരു പ്രത്യേകത 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിലും മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഏത് സൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? മാപ്പ് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ റിവേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇൻഡസ് റിവർ. അപ്പോൾ ആ പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ, അതുപോലെ തന്നെ എല്ലാ ഗോദാവരി, കൃഷ്ണ, കാവേരി, ഓക്കെ, എല്ലാ റിവേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ റിവേഴ്സും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ആ പൊസിഷൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ നോക്കിയേ ഹിമാലയൻ റിവേഴ്സ്. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്. അതിൽ ഹിമാലയത്തിലെ മെയിൻ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡസ്. മെയിൻ 3 റിവേഴ്സ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ബാക്കിയെല്ലാം
ആ ഓരോ റിവേഴ്സിൻ്റെയും പോഷക നദികളാണ് അല്ലേ. ഇവ മൂന്നുമാണ് മെയിനായിട്ടുള്ള 3 റിവേഴ്സ്. തന്നെയല്ല പോഷക നദികളെക്കുറിച്ചും പഠിക്കണം. അതായത് സത്ലജ്, രവി, ചിനാബ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന റിവേഴ്സാണ്. മാർക്ക് ചെയ്യാനായിട്ട് യമുന ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മെയിനായിട്ട് റിവേഴ്സിൻ്റെ പിക്ചർ ഇങ്ങനെ കാണിച്ചത് ഈ ബ്ലൂ കളർ ഏരിയ കാണുന്ന എല്ലാം റിവേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ റിവേഴ്സും എവിടെയാണ് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു ഹിമാലയൻ റിവേഴ്സ്. മെയിനായിട്ടുള്ള ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര അല്ലേ. നമുക്ക് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, എത്ര എക്സ്റ്റെൻ്റാണ്, എത്ര വ്യാപിച്ച് കിടക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇൻഡസ് റിവർ എവിടെ നിന്ന് ഒറിജിൻ ഉത്ഭവിക്കുന്നത്? മാനസരോവർ ലേക്ക് ഇൻ ടിബറ്റ്. ടിബറ്റിലെ മാനസരോവർ ലേക്കിൽ നിന്നാണ് ഇൻഡസ് ഒറിജിൻ ഉത്ഭവിക്കുന്നത്. എത്ര എക്സ്റ്റെൻഡ് ലെങ്ത് ഉണ്ടെന്ന് നോക്കിയേ, എബൌട്ട് 2880 കിലോമീറ്റർ ദിസ് റിവർ ഫ്ലോസ് ത്രൂ ഇന്ത്യ. ഏകദേശം എത്ര കിലോമീറ്ററാണ്? 2880 കിലോമീറ്റർ. ഓക്കെ, ആൻഡ് പക്ഷേ ഓൺലി 709 1 സെക്കൻഡ് നോക്കിക്കേ, ടോട്ടൽ 2880 കിലോമീറ്റർ ഉണ്ട്. ഓൺലി 709 കിലോമീറ്റർ ഓഫ് ദിസ് റിവർ ഫ്ലോസ് ത്രൂ ഇന്ത്യ. ഇന്ത്യയിലേക്ക് എത്രമാത്രം ഒഴുകുന്നുള്ളൂ? ഇതിൻ്റെ 709 709 കിലോമീറ്റർ ദൂരം മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. അതുപോലെ നെക്സ്റ്റ് നോക്കിക്കേ, ഗംഗ. നോക്കുക, ഗോമുഖ് കേവ്സ് ഇൻ ദ ഗംഗോത്രി ഗ്ലേസിയർ. ഇത് എവിടെ നിന്നാണ് ഒറിജിൻ? ഗോമുഖ് കേവ്സ് ഗുഹ ഇൻ ദ ഗംഗോത്രി ഗ്ലേസിയർ. ഇതാണ് ഉത്ഭവ സ്ഥലം. എത്രയുണ്ടെന്ന് നോക്കിക്കേ, ലെങ്ത് എബൌട്ട് 2500 കിലോമീറ്റർ. ലെങ്ത് ആകെ എത്രയുണ്ട്? 2500 കിലോമീറ്റർ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക് ബ്രഹ്മപുത്ര. ചിമായങ് തുങ് ഗ്ലേസിയർ ഇൻ ടിബറ്റ്. ടിബറ്റിലെ ചിമായങ് തുങ് ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിക്കേ, 2900 കിലോമീറ്റർ. അതിൽ ഓൺലി 725 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് എത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ? 725 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലേ. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഹിമാലയൻ റിവേഴ്സിൻ്റെ ട്രിബ്യൂട്ടറീസ്. പോഷക നദികൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്. ഏതെല്ലാം സ്റ്റേറ്റിലൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്? അറ്റ് ലാസ്റ്റ് സീ വിച്ച് ഇറ്റ് ജോയിൻ. ഏത് കടലിലേക്കാണ് അത് ജോയിൻ ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം. ഇൻഡസ് നോക്കിക്കേ, ട്രിബ്യൂട്ടറീസ് പോഷക നദികൾ. ഇൻഡസിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചെലം, ചിനാബ്, രവി, ബീസ്, സത്ലജ് ഇവയൊക്കെയാണ് പോഷക നദികൾ. ഇതെല്ലാം പഠിച്ചിരിക്കണം. എങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ത്രൂ വിച്ച് ഇറ്റ് ഫ്ലോസ്. ഈ ഇൻഡസ് ഫ്ലോ ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണെന്ന് നോക്കിയേ, ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്. ഓക്കെ, അത് ഫൈനലി ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? അറേബ്യൻ സീലാണ് ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഗംഗ. ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് നോക്കാം. യമുന, അലകനന്ദ, കാലി, ഗോമതി, ഖൗസി ഇവയൊക്കെയാണ് മെയിൻ ട്രിബ്യൂട്ടറീസ്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉത്തർഖണ്ഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഫൈനലി ജോയിൻ ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലാണ് ജോയിൻ ചെയ്യുന്നത്. നോക്കി, നെക്സ്റ്റ് ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ്? ഏതൊക്കെയാണ് അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടിസ്റ്റ, ലോഹിത്, ധാൻശ്രീ, മനാസ് ആൻഡ് ബെക്കി. ഓക്കെ, ഇവയൊക്കെയാണ് മെയിൻ ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ. ഏതെല്ലാം സ്റ്റേറ്റിലൂടെയാണ് ഇത് പാസ് ത്രൂ ചെയ്യുന്നതെന്ന് നോക്കി. അരുണാചൽ, ആസാം, മേഘാലയ, വെസ്റ്റ് ബംഗാൾ. ഫൈനലി എവിടെ ജോയിൻ ചെയ്യും? ബേ ഓഫ് ബംഗാളിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോർത്തേൺ പ്ലെയിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലെ ഫിസിയോഗ്രാഫിക് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? മെയിൻ 4 ഡിവിഷൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതേതായിരുന്നു? നോർത്തേൺ മൗണ്ടൻ ആയിരുന്നു. സെക്കൻഡ് വൺ നോർത്തേൺ പ്ലെയിൻ. ദെൻ തേർഡ് വൺ പെനിൻസുലാർ പ്ലേറ്റോ. ഫോർത്ത് വൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ഇപ്പോൾ നമുക്കിത് നോക്കാം. നോർത്തേൺ പ്ലെയിൻസ്. ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളർ പോർഷൻസ് കാണാം അല്ലേ.
ഇത് നോർത്തേൺ പ്ലെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോർഷൻസ് ആണ്. ഇതിൻ്റെ ജസ്റ്റ് എബവ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അവിടെ നോർത്തേൺ മൗണ്ടൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തു ഹിമാലയൻ മൗണ്ടൻസ്. ഈ ഹിമാലയൻ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് കൂടുന്നതാണെന്നും പഠിച്ചു. അപ്പോൾ നോക്കിക്കേ, തൊട്ട് മുകളിൽ ഹിമാലയത്തിലെ മെയിൻ റിവേഴ്സ് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, അതുപോലെ ഇൻഡസ്, ഇങ്ങനെ മെയിൻ റിവേഴ്സിനെ കുറിച്ചും പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മെയിൻ റിവേഴ്സ് ഇവിടെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്നാണ്. അതുപോലെ ഈ റിവേഴ്സിനെല്ലാം ലോട്ട് ഓഫ് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അതായത് പോഷക നദികളുണ്ട്. ഇവയെല്ലാം ഉത്ഭവിച്ച് ഒഴുകുന്നത് താഴോട്ട് ഈ ജസ്റ്റ് ഈ നോർത്തേൺ പ്ലെയിനിലേക്ക് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ കൂടെ അതായത് സെഡിമെൻറ്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യും. നമുക്കറിയാം പാറകൾ ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ ദറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സോയിൽ, അതുകൊണ്ട് ബിഗ് പീസസ് ഓഫ് റോക്സ് ഉണ്ടാവും. ഇതെല്ലാം വെള്ളത്തിൻ്റെ ഒപ്പം വന്ന് പാസ് ചെയ്ത് ഡിഫറെൻറ്റ് പ്ലേസസിൽ സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലേ. അതുപോലെ ഈ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ ഈ നോർത്തേൺ പ്ലെയിൻസിലാണ് ഏറ്റവും കൂടുതൽ ഈ സെഡിമെൻറ്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ഇത് ഒരു ദിവസത്തെയോ 2 ദിവസത്തെ പ്രോസസ്സല്ല. ഇറ്റ്സ് ടേക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് വിൽ ടേക്ക്. ഓക്കെ, വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിൽസ്, അതായത് റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത മണ്ണ്, ഈ സെഡിമെൻറ്റ്സും മിനറൽസും എല്ലാം വന്ന് ഡിപ്പോസിറ്റ് ചെയ്താണ് ഇവിടെ എന്ത് ഫോം ചെയ്തത്? നമുക്ക് നോർത്തേൺ പ്ലെയിൻ, അതായത് ഒരു സമതലം ഫോം ചെയ്തത്. അതായത് നോർത്തേൺ പ്ലെയിൻ, അതിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ പ്ലെയിൻ ആണ്. എൻ്റെ മോസ്റ്റ് ഓഫ് ദ പോർഷൻ ആ ഏരിയ പ്ലെയിൻ സർഫസ് ആയിരിക്കും. ലോകത്തിലെ തന്നെ നമ്പർ 1 ഒരു നോർത്തേൺ പ്ലെയിൻ സർഫസ് ആണ് ഏത്? ഇന്ത്യയിലെ നോർത്തേൺ പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് വളരെയധികം ബലപുഷ്ടിയുള്ള മണ്ണാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കുക. ഏകദേശം നോർത്തേൺ പ്ലെയിനെ കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ടീച്ചർ ഇത്രയും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, മെയിൻ റിവേഴ്സും ട്രിബ്യൂട്ടറീസും എന്നൊക്കെ ഒഴുകി വരുന്ന സെഡിമെൻറ്റ്സ് എല്ലാം ഡിപ്പോസിറ്റ് ചെയ്ത് അവിടുത്തെ മണ്ണ്, ആ പ്ലെയിൻ എങ്ങനെയുള്ളതാണ്? വളരെയധികം ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ് അവിടെയുള്ളത്. തന്നെയല്ല, ഈ പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ഏരിയ എന്തായിരിക്കും? ഫ്ലാറ്റൻഡ് ആയിരിക്കും. നിരപ്പായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഭൂരിഭാഗം പ്ലേസസും. ഒരു ചെറിയ സ്ലോപ്പ് മാത്രമാണ് ഡിഫറെൻറ്റ് സൈഡ്സ് ഓഫ് ദീസ് പ്ലേസസിൽ ചെറിയ സ്ലോപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മോസ്റ്റ് ഓഫ് ദ പ്ലേസസും എന്ത് തന്നെയാണ്? ഫ്ലാറ്റ് സർഫസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ? വടക്കൻ വലിയ സമതലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ വൈ ദ റീജിയൺ ഈസ് കോൾഡ് ഗ്രാനറി ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നത്? പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ ദ നോർത്തേൺ പ്ലെയിൻ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ്? എന്തുകൊണ്ടാണ് ഈ വടക്കൻ സമതലം ജനസാന്ദ്രതയുള്ളത്? ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. എല്ലാത്തിനും സെയിം ആൻസേഴ്സാണ്. നമുക്ക് എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്ന് നോക്കാം. നോക്കിയേ, നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ്, ജനറലി നോൺ ആസ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. നോക്കിക്കേ, ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. അതായത് അലൂവിയൽ സോയിൽ ഒത്തിരി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിനാണിത്. എന്തുകൊണ്ട് അവിടെ നോക്കിക്കേ ഈ അലൂവിയൽ പ്ലെയിൻ ഇതിനെ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് വിളിക്കുന്നത്? അതായത് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സിൽ നിന്ന് സെഡിമെൻറ്റ്സ് എല്ലാം അങ്ങനെ ഒഴുകി വന്ന് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലെയിൻ മെയിനായിട്ട് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിനെ എന്തുകൂടെ വിളിക്കുന്നത്? ദറ്റ് ഈസ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ.
ക്ലിയർ ആയല്ലോ? അതായത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര കുത്തിയൊഴുകുമ്പോൾ അതിൻ്റെ കൂടെ ധാരാളം സെഡിമെൻറ്റ്സ്, അതായത് റോക്ക് പീസസ്, സോയിൽസ്, മിനറൽസ്, ഇവയെല്ലാം വന്ന് സെറ്റിൽ ഡൗൺ ചെയ്തത് ഈ നോർത്തേൺ പ്ലെയിനിലാണ്. റിച്ച് ഇൻ അലൂവിയൽ സോയിലുണ്ട് അതിൽ. അതായത് നമുക്കറിയാം ഈ പാറകളിൽ ലാർജ് എമൗണ്ട് ഓഫ് മിനറൽസ് ഉണ്ട് അല്ലേ? മിനറൽസ് ഉള്ള ഈ സോയിൽ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ്സ് ഹൈലി ഫെർട്ടൈൽ സോയിലായിരിക്കും. ദെൻ നോക്കിയേ, വളരെയധികം ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ മണ്ണിന് 2 നായുണ്ട് കേട്ടോ. എക്കൽ മണ്ണ് ഈ സമതലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നോക്കിക്കേ, അലൂവിയൽ സോയിലാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ മെയിൻലി ബിക്കോസ് ഓഫ് റിച്ച് ഫെർട്ടൈൽ. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയുന്നത്? എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ അനുയോജ്യമായൊരു കാലാവസ്ഥയും ധാരാളം വെള്ളവും എന്താ പറയുക ഫെർട്ടൈൽ സോയിലുമുണ്ട് അവിടെ. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്ര നല്ല ക്ലൈമറ്റും കൂടിയാണ് അവിടെ. ധാരാളം വെള്ളം കിട്ടും. ഇന്ത്യ ഈ ബ്രഹ്മപുത്ര, അതുപോലെ ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര, യമുന ഇവയൊക്കെ കുത്തിയൊഴുകുകയും അതുപോലെ തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഉണ്ട്, പോഷക നദികളും ഉണ്ട്. അങ്ങനെ ധാരാളം വെള്ളം കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെഡിമെൻറ്റ്സ് വന്ന് സെറ്റിൽ ചെയ്ത് നല്ല ഫെർട്ടൈൽ സോയിലാണ് അവിടെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ഈ റോക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ധാരാളം മിനറൽസ് വെള്ളത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഒഴുകി വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പം മണ്ണ് ഹൈലി ഫെർട്ടൈലാണ്. അത്തരം മണ്ണിൽ ധാരാളം പല രീതിയിലുള്ള കൃഷികൾ ചെയ്യാൻ അനുയോജ്യമായ മണ്ണും നല്ല വിളവ് കിട്ടുന്ന മണ്ണുമാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നോക്കിയേ, presence of alluvial soil and presence of abundant water, road, rail, ഇവയെല്ലാം ധാരാളമായിട്ട് റോഡ്, റെയിൽ സൗകര്യമൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്? നല്ല കൃഷിയുള്ളപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ കിട്ടുന്നിടത്ത് ജനങ്ങൾ കൂടുതലായിട്ട് ജീവിക്കുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. ധാരാളം ഇന്ത്യയിലെ മെജോറിറ്റിയും ജനസാന്ദ്രത എവിടെയാണ്? നോർത്തേൺ പ്ലെയിനിലാണ്. എന്തുകൊണ്ട്? അനുയോജ്യമായ കാലാവസ്ഥയും അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ തരം വിഭവങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ തിങ്ങിപ്പാർക്കുന്നു. സോ ഇറ്റ് ഈസ് ഹൈലി പോപ്പുലേറ്റഡ് ആണ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് ആ ഏരിയ, അതായത് നോർത്തേൺ പ്ലെയിൻ. അലൂവിയൽ സോയിൽ സമൃദ്ധമായ ജലത്തിൻ്റെ, അതുകൂടാതെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, റോഡ്, റെയിൽ ഇവയെല്ലാം ഉണ്ട്. ഇതെല്ലാം ജനസാന്ദ്രതയുള്ള പ്രദേശത്തിന് കാരണമായി. ആ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? എന്തുകൊണ്ടാണ് ജനസാന്ദ്രത കൂടുതലായിട്ട്? അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള റോഡുകൾ, റെയിൽ എല്ലാം അവിടെയുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നോർത്തേൺ പ്ലെയിനിൽ ധാരാളം. മെയിനായിട്ട് അതാണ്, അഗ്രികൾച്ചറാണ്. എല്ലാ ടൈപ്പിലുള്ള കൃഷി രീതികളും അവിടെ അനുയോജ്യമായി അത് നല്ല രീതിയിൽ വളരുകയും അതിനനുസരിച്ച് അവർക്കൊരു വിളവ് കിട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെനിൻസുലർ പ്ലേറ്റോ ആണ്. അതിനു മുമ്പ് ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കേ. പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പഠിച്ചു അല്ലേ? ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇന്ത്യയുടെ ഇത്രയും പോർഷനെയാണ് പെനിൻസുലർ പ്ലേറ്റോ. ഈ ട്രയാങ്കിൾ പോലുള്ള ഇത്രയും റീജിയനാണ് പെനിൻസുലർ പ്ലേറ്റോയിൽ വരുന്നത്. ഏകദേശം ഇത്രയും പോർഷനാണ് പെനിൻസുലർ പ്ലേറ്റോയിൽ വരുന്ന ഏരിയ ഇത്രയാണ്. എന്തുകൊണ്ടാണ് അത് പെനിൻസുലർ പ്ലേറ്റോ അല്ലെങ്കിൽ പ്ലേറ്റോസ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിക്കേ, ഇന്ത്യയുടെ ഈ 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലേ? ഇവിടെ ഖരഭൂമിയാണ്. 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഖരഭൂമിയാണ് നമ്മൾ എന്ത് പറയുക? പെനിൻസുല എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ അതായത് വെസ്റ്റേൺ സൈഡിൽ അറേബ്യൻ സീ, ഈസ്റ്റേൺ സൈഡിൽ ബേ ഓഫ് ബംഗാൾ, സൗത്ത് ഈ സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ. അങ്ങനെ ഈ 3 പ്രദേശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇവ എന്ത് പറയുക? പെനിൻസുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇത്രയും ഏരിയ ആണ്
പെനിൻസുലാർ പ്ലേറ്റോയിൽ വരുന്നത് ഈ ഒരു ഏരിയ ആണ്. അതിൽ മെയിനായിട്ടുള്ള പ്ലേറ്റോ ആണ്, അതായത് ഡെക്കാൻ പ്ലേറ്റോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ. എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ എങ്ങനെയാണ് അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ്. ഭയങ്കര ഹാർഡായിട്ടുള്ള റോക്കാണ്, ഉറപ്പേറിയ ശിലകളാണ് മെയിനായിട്ടുള്ളത്. നമുക്കറിയാം പെനിൻസുലാർ പ്ലേറ്റോയിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, ഫിസിക്കൽ കണ്ടീഷനാണ് അത് പറഞ്ഞത്. ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആണ്. അതുപോലെ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഫിസിയോഗ്രാഫിയാണ് അവിടെയുള്ളത്. പിന്നെയോ നോക്കിയേ, ഇറ്റ് ഇൻക്ലൂഡ് വേരിയഡ് ടോപ്പോഗ്രാഫി. ഭൂപ്രകൃതി എങ്ങനെയാണ് വിവിധങ്ങളായ, നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് അത് തന്നെയാണ്, വൈവിധ്യങ്ങളാർന്നിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇന്ത്യയിലുള്ളത്. ഡിഫറെൻറ്റ് മൗണ്ടൻസ് ഉണ്ട്, പ്ലാറ്റോസ് ഉണ്ട്, പീഠഭൂമിയുണ്ട്, വാലീസ് ഉണ്ട്, താഴ്വരകളൊക്കെ നിറഞ്ഞതാണ് ഇവിടെ. അതുപോലെ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈസ് ആനമുടി. ഈ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണ്, കൊടുമുടി ഏതാണ്? യെസ്, ആനമുടിയാണ്. സിറ്റുവേറ്റഡ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഇൻ കേരള. ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈറ്റ് എത്ര? 2695 മീറ്റർ ആണ് ഹൈറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, ഈ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത്? യെസ്, റിച്ച് ഇൻ മിനറൽസ് ഉണ്ട് അല്ലേ. അതായത് ഈ നമ്മളിപ്പോൾ പഠിച്ചു ആനമുടി, അതുപോലുള്ള ഡിഫറെൻറ്റ് പീക്കിൽ നിന്ന് ധാരാളം ചെറിയ ചെറിയ മൗണ്ടൻ റേഞ്ചസും ഉണ്ട്. ഇവിടെ നിന്നെല്ലാം മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസും സെഡിമെൻറ്റ്സും എല്ലാം വെള്ളത്തിലൂടെ ഫ്ലോ ചെയ്ത് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ മണ്ണ് ഭയങ്കര ബലപുഷ്ടിയുള്ളതായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ കോൾഡ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് അഥവാ ധാതുക്കളുടെ കലവറ എന്നും പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിയോഗ്രാഫിയാണ്, ഭൂപ്രകൃതിയാണ് ഇന്ത്യയിലുള്ളത്. ഈ ഓരോ ഭൂപ്രകൃതിയിലും എത്തരം സോയിലായിരിക്കും, എങ്ങനത്തെ മണ്ണായിരിക്കും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നോർത്തേൺ മൗണ്ടൻ എങ്ങനെയാണ്? മൗണ്ടൻ സോയിലാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് മൗണ്ടൻസ്, പാറകളെല്ലാം പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് പോർഷനാണ് അല്ലേ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്, നോർത്തേൺ റീജിയണിൽ. അതിൻ്റെ ജസ്റ്റ് ബിലോ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിൽ മെയിനായിട്ടുള്ള സോയിൽ ഏതാ? ഡിസ്കസ് ചെയ്തേ ഉള്ളൂ നമ്മളിപ്പോൾ. അലൂവിയൽ സോയിലും ഡെസേർട്ട് സോയിലും ആണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പെനിൻസുലാർ പ്ലേറ്റോയിൽ പൊതുവെ കാണപ്പെടുന്ന സോയിൽ ബ്ലാക്ക് സോയിലുണ്ട്, റെഡ് സോയിലുണ്ട്, ലാട്രൈറ്റ് സോയിലുണ്ട്. ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലാണ് പെനിൻസുലാർ പ്ലേറ്റോയിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കി, കോസ്റ്റൽ പ്ലെയിനിൽ കൂടുതലായിട്ടും കാണുന്നത് അലൂവിയൽ സോയിലാണ്. ക്ലിയർ ആയാലും ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നോർത്തേൺ മൗണ്ടനിൽ മൗണ്ടൻ സോയിൽ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിൽ യെസ് അലൂവിയൽ ആൻഡ് ഡെസേർട്ട് സോയിൽ. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് രാജസ്ഥാനെല്ലാം, അപ്പോൾ അവിടെ ഡെസേർട്ട് സോയിലും കാണാം. ദെൻ പെനിൻസുലാർ പ്ലേറ്റോ, അവിടെ കാണുന്ന സോയിൽ ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാട്രൈറ്റ് സോയിലാണ്. അതുപോലെ കോസ്റ്റൽ പ്ലെയിനിൽ കാണുന്നത് അലൂവിയൽ സോയിലാണ്. ഇനി നമുക്ക് നോക്കാം ഈ ടൈപ്പ് ഓഫ് സോയിൽ. ഈ മൗണ്ടൻ സോയിൽ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, മൗണ്ടൻ സോയിൽ ഡാർക്ക്, അതിൻ്റെ ഫിസിക്കൽ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് കളേർഡ് സോയിൽ, ജനറലി ഫെർട്ടൈൽ. സാധാരണ നല്ല ബലപുഷ്ടിയുള്ള മണ്ണാണ് മൗണ്ടൻ സോയിൽ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ, അത്രയ്ക്കും മിനറൽസ് ഉണ്ടല്ലേ മൗണ്ടൻ സോയിൽ, അതുകൊണ്ട് അത് ഹൈലി ഫെർട്ടൈലായിരിക്കും. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്? ഡാർക്ക് ആൻഡ് ബ്ലാക്ക് ഇൻ കളറാണ്. ദെൻ ഡെസേർട്ട് സോയിൽ ഡ്രൈ ആണ്. നമുക്കറിയാം ഡെസേർട്ടിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഡ്രൈ ആൻഡ് സാൾട്ടി സോയിലാണ്, ഉപ്പുരസമുള്ള സോയിലാണ് കൂടുതലും എവിടെ കാണുന്നത്? ഡെസേർട്ട് ഏരിയയിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ ഹൈലി ഫെർട്ടൈലാണ്. നോർത്തേൺ പ്ലെയിനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ അലൂവിയൽ സോയിൽ എന്തുകൊണ്ടാണ് ഫെർട്ടിലിറ്റി കൂടുന്നതെന്ന് അല്ലേ. കൂടുതൽ മിനറൽസും
അതുപോലെ തന്നെ സെഡിമെൻറ്റ്സ് ഗെറ്റ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്, വളക്കൂറ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് റെഡ് സോയിൽ, ഓക്കെ, ഫോംഡ് ബൈ ദ വെതറിങ് ഓഫ് ഇഗ്നീഷ്യസ് ആൻഡ് മെറ്റാമോർഫിക് റോക്ക്. അതായത് ഇഗ്നീഷ്യസ് മെറ്റാമോർഫിക് റോക്കൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താണ് എന്തുണ്ടാവുന്നത്, റെഡ് സോയിൽ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ലെസ് ഫെർട്ടൈൽ. ഫെർട്ടിലിറ്റി താരതമ്യേന, അതായത് അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ ഇവയെ ഇതിനെ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റെഡ് സോയിലിന് ഫെർട്ടിലിറ്റി അല്പം കുറവാണ്. അതുപോലെ തന്നെ ഈ റെഡ് സോയിലിൻ്റെ റെഡ് കളറിന് കാരണം ദാറ്റ് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് അയൺ പ്രസൻസ് ഇൻ ഇറ്റ്. ഓക്കെ, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് റെഡ് സോയിലിൽ റെഡിഷ് കളർ, ആ പേര് പോലെ തന്നെ റെഡ് കളറായിട്ട് കാണുന്നത്. ഓക്കെ, പ്രസൻസ് ഓഫ് അയൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ലാറ്ററൈറ്റ് സോയിൽ, ഫോംഡ് ഇൻ ദ റീജിയൻ വിത്ത് മൺസൂൺ റെയിൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോട്ട് സീസണിൽ. മിക്കവാറും ഈ ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത് മൺസൂൺ സീസൺ ടൈമിലും അതുപോലെ തന്നെ ഹെവി ഹോട്ട് സീസൺ ഉണ്ടാകുന്ന ആ ടൈമിലാണ് കൂടുതലായിട്ട്, ആ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്, ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് പെനിൻസുലർ പ്ലേറ്റോയിലെ മെയിൻ അഗ്രികൾച്ചർ എന്തൊക്കെയാണെന്ന് പഠിക്കാം. നോക്കിയേ, നെയിം ദ മെയിൻ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻ പെനിൻസുലർ പ്ലേറ്റോ. കോട്ടൺ, പൾസസ്, ഗ്രൗണ്ട്നട്ട്, ഷുഗർ കെയിൻ, മെയ്സ്, ചില്ലി എക്സെട്ര ആർ ദ മേജർ അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഏതൊക്കെയാണ്? പരുത്തി, പയർവർഗ്ഗങ്ങളുണ്ട്, നീലക്കടലയുണ്ട്, ദെൻ കരിമ്പ്, ചോളം, മുളക്, ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെനിൻസുലർ പ്ലേറ്റോയിൽ കാണുന്ന കൃഷി ഇനങ്ങൾ. അതുപോലെ നോക്കിയേ, മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അയൺ ഓർ, കോൾ, മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ ആർ ദ മേജർ മിനറൽസ് ഫൗണ്ട് ഇൻ പെനിൻസുലർ പ്ലേറ്റോ. ഏതൊക്കെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവയാണ് ഇവിടെ കാണപ്പെടുന്ന പെനിൻസുലർ പ്ലേറ്റോയിൽ കാണപ്പെടുന്ന ധാതുക്കൾ, പ്രധാനപ്പെട്ട ധാതുക്കൾ അഥവാ മിനറൽസ്, മേജർ മിനറൽസ് ഇവയൊക്കെയാണ്. നമുക്ക് ടോപ്പോഗ്രാഫി അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിയിലെ 4th പോയിൻ്റാണ് പഠിക്കാനുള്ളത്, ലാസ്റ്റ് പോയിൻ്റ്. എന്താ അത്? കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, തീരദേശ പ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരദേശ സമതലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ്, എത്ര എക്സ്റ്റെൻഡ് ഉണ്ട്, എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നതെന്ന് നോക്കാം. ദ അപ്രോപ്രിയേറ്റ് ലെങ്ത് ഓഫ് ദിസ് കോസ്റ്റ് ലൈൻ ഈസ് 6100 കിലോമീറ്റർ എക്സ്റ്റെൻഡിങ് ഫ്രം റാൻ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത് തൊട്ട് എവിടെയാണ്? ടു ദ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും മറന്നു പോകാതെ പഠിക്കണം. എന്താണ്? 6100 കിലോമീറ്റേഴ്സാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്, റാൻ ഓഫ് കച്ച് തുടങ്ങി ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ. ഇനി ഈ കോസ്റ്റൽ പ്ലെയിൻ മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വെസ്റ്റേൺ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ പ്ലെയിൻ ആണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കിയേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ബിറ്റ്വീൻ അറേബ്യൻ ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്, പടിഞ്ഞാറൻ തീര സമതലം. എവിടെ തൊട്ട് എവിടെ വരെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കാണപ്പെടുന്നത്. ബിറ്റ്വീൻ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഗട്ട് ആൻഡ് ഫ്രം റാൻ ഓഫ് കച്ച് ടു കന്യാകുമാരി. അതായത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ നോക്കിക്കേ, കമ്പാരറ്റീവ്ലി നാരോ, താരതമ്യേന ഇത് വീതി കുറവാണ്. അതുപോലെ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. നോക്കിയേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, അതുപോലെ മലബാർ തീരസമതലം. ഇവയെല്ലാം ഏതിൽ വരുന്നതാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്ന ഏരിയയാണ്. അതുപോലെ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് എസ്റ്റ്യൂറീസ് ആർ സീൻ, കായലുകളും അഴിമുഖങ്ങളും ഇതിൽ കാണപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ പ്രത്യേകതകൾ പഠിക്കാം. ബിറ്റ്വീൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ് എവിടെയാണ് കാണപ്പെടുന്നത്?
ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കാണപ്പെടുന്നത്. ഫ്രം ദ സുന്ദർബൻ ഡെൽറ്റ റീജിയൻ ടു കന്യാകുമാരി. എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുക? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. കമ്പാരറ്റീവ്ലി വൈഡ്, അതായത് വീതി താരതമ്യേന കൂടുതൽ വീതിയിലാണ്, വിസ്തൃതിയിലാണ് ഇവ വ്യാപിച്ച് കിടക്കുന്നത്. ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു നോർത്ത് സിർക്കർ പ്ലെയിൻ ആൻഡ് കോറമണ്ടൽ കോസ്റ്റ്. നോക്കിയേ ഏതൊക്കെ ഏരിയയാണ് ഈ റീജിയനിൽ വരുന്നതെന്ന് നോക്കിയേ. കോറമണ്ടൽ തീരസമതലങ്ങളും വടക്കൻ സിർക്കാഡ് തീരസമതലങ്ങളും എന്നിങ്ങനെ തിരിക്കാം. അതുപോലെ ഡെൽറ്റ ഫോർമേഷൻ ടേക്ക് പ്ലേസ്, ഡെൽറ്റയുടെ രൂപീകരണവും ഈ ഒരു കോസ്റ്റൽ പ്ലെയിനിൽ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തായിട്ട് നമുക്ക് ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ ഓരോ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിലും വരുന്ന ക്രോപ്സ്, വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, നോർത്തേൺ മൗണ്ടൻ സിസ്റ്റത്തിൽ വരുന്നത് ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന കൃഷികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പൊട്ടറ്റോ, ബാർലി, സഫ്രോൺ ഫ്രൂട്ട്സ് ആൻഡ് ലൈക്ക് ദെൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഓക്കെ, ആപ്പിൾ ആൻഡ് ഓറഞ്ച്. അടുത്ത് നോക്കിയേ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ വരുന്ന ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഏരിയയിൽ വളരുന്ന കൃഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീറ്റ്, മെയ്സ്, റൈസ് എക്സെട്ര ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ കൃഷി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, പെനിൻസുലർ പ്ലേറ്റോ ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടൺ, പൾസസ് ധാന്യങ്ങളുണ്ട്, ഗ്രൗണ്ട് നട്ട്, ഷുഗർ കെയിൻ, കരിമ്പ്, റാഗി, ചില്ലി എക്സെട്ര ഇവയൊക്കെ നമുക്ക് ഏത് ഏരിയ കാണാം? പെനിൻസുലർ പ്ലേറ്റോയിൽ കാണാൻ സാധിക്കും. അതുപോലെ കോസ്റ്റൽ പ്ലെയിനിൽ കൂടുതലായിട്ട് വളരുന്ന കൃഷി ഏതൊക്കെയാണ്? റൈസ് ആൻഡ് കോക്കനട്ട്. ഓക്കെ, കൂടുതൽ കോസ്റ്റൽ ഏരിയയിൽ വളരുന്നത് ഏതൊക്കെയാണ്? റൈസ് ഉണ്ട്, അതുപോലെ തന്നെ കോക്കനട്ടും ധാരാളം സമൃദ്ധിയായിട്ട് വളരുന്ന ഒരു റീജിയനാണ് ഏത്? കോസ്റ്റൽ റീജിയൻ. അപ്പോൾ നമ്മൾ പെനിൻസുലയെക്കുറിച്ച് പഠിച്ചു അല്ലേ? പെനിൻസുല എന്തായിരുന്നു? 3 വശങ്ങളാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ഏരിയയാണ് എന്ത് നമ്മൾ പറയുക? പെനിൻസുല എന്ന് പറയുക. അതുപോലെ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഐലൻഡാണ്. ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വശത്താലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാൻഡിനെയാണ് എന്ത് പറയുക? നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അറേബ്യൻ സീ. അറേബ്യൻ സീയിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം അറേബ്യൻ സീയിലൂടെ ഒരു 300 മീറ്റർ പാസ് ചെയ്താൽ നമുക്ക് എവിടെ എത്താം? ലക്ഷദ്വീപിലെത്താം. ദർ ആർ 36 ഐലൻഡ്സ് ഇൻ ദ ഐലൻഡ് ഗ്രൂപ്പ്. ഓക്കെ, 36 ദ്വീപ സമൂഹങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. വിച്ച് 11 ആർ ഇൻഹാബിറ്റഡ്. അതിൽ 11 സ്ഥലത്തും 11 ദ്വീപിലും ജനവാസമുണ്ട്. അതുപോലെ കവരത്തി ഇസ് ദ ക്യാപിറ്റൽ. മറന്നു പോകരുത്, ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് ഏതാണ്? കവരത്തി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. ആൻഡ് അവരുടെ മെയിൻ ഇൻകം സോഴ്സ് ഏതാണ്? ഫിഷിംഗ് ആൻഡ് ടൂറിസം ആർ ദ മേജർ സോഴ്സ് ഓഫ് ഇൻകം. എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചറിന് അവിടെ ചുറ്റും വെള്ളമാണ്, സോൾട്ടി വാട്ടറാണ്. അപ്പോൾ അഗ്രികൾച്ചർ അങ്ങനെ നമുക്ക് നല്ല കൃഷി അവിടെ നടത്താൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് അവർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? യെസ്, ടൂറിസം ആൻഡ് ഫിഷിംഗ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദിസ് ഐലൻഡ് ഇൻക്ലൂഡഡ് അബൌട്ട് 200 ഐലൻഡ്സ്. ഒരു 200 ദ്വീപ സമൂഹങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുക? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ ഓർക്കാരോ ഒറ്റ ഐലൻഡ് ഉള്ളൂ എന്ന് തോന്നും അല്ലേ? അങ്ങനെയല്ല, 200 ഐലൻഡുകൾ കൂടി ചേർന്നാണ് എന്ത് നമ്മൾ പറയുക? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഐലൻഡ് ആർ നോട്ട് ഇൻഹാബിറ്റഡ്. മെനി ഓഫ് ദം ഹാവ് ഡെൻസ് ഫോറസ്റ്റ്. മിക്ക ദ്വീപുകളിലും എന്താണ്? ജനവാസമില്ല, ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ദ ഓൺലി വോൾക്കാനോ ഇൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബാരൻ ഐലൻഡ്. അതായത് ബാരൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ആകെ ഇന്ത്യയിലുള്ള വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. എൻ്റെ പേര് ബാരൻ ഐലൻഡ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാർ
ഐലൻഡിൻ്റെ ക്യാപിറ്റൽ ഏതാ? പോർട്ട് ബ്ലെയർ ആണ് കേട്ടോ. ക്യാപിറ്റൽ ടീച്ചർ അതൊന്നുകൂടെ എഴുതാം. ഓക്കെ, യെസ്, ക്യാപിറ്റൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ക്യാപിറ്റൽ മറന്നു പോകരുത്, ദറ്റ് ഈസ് പോർട്ട് ബ്ലെയർ. ഇനി നമുക്ക് സീസൺസ് ഇൻ ഇന്ത്യ പഠിക്കാം. ഇന്ത്യയിലെ മെയിൻ സീസൺസിനെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് മെയിൻ സീസൺസ് വരുന്നത്? മൺസൂൺ സീസണിൽ മെയിനായിട്ട് വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ്. നമുക്കത് 1 by 1 ആയിട്ട് പഠിക്കാം. നോക്കിയേ, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ നമുക്ക് അനുഭവപ്പെടുന്നത്. എക്സ്പീരിയൻസ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നോർമലി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ആൻഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് സൺ ഈസ് ഓവർ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോക്കിയാൽ സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, മേളിലാണ്. നോർത്ത് ഇന്ത്യൻ റീജിയൻ എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ലോ പ്രഷർ. അപ്പോൾ ഈ റീജിയനിൽ തീവ്രമായ ന്യൂനമർദ്ദം, ലോ പ്രഷർ അനുഭവപ്പെടുന്നു. നോക്കിയേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണുകൾ എന്ന് മുതൽ എന്ന് വരെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സൂര്യൻ എവിടെയായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൻ്റെ മുകളിലാണ്. അതാ നോർത്തേൺ ഹെമിസ്ഫിയർ, ഓവർ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ആൻഡ് ഉത്തരേന്ത്യൻ മേഖലയിൽ തീവ്രമായ, അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമുക്ക് ന്യൂനമർദ്ദമൊക്കെ അനുഭവപ്പെടുന്നത് അല്ലേ? ആൻഡ് തീവ്രമായ ന്യൂനമർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. നോക്കിയേ, വിൻഡ് ബ്ലോസ് ഫ്രം, അതിൻ്റെ ഫലമായിട്ട് കാറ്റ് എങ്ങനെയായിരിക്കും? വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഇന്ത്യൻ ഓഷ്യൻ ടു ലോ പ്രഷർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഇൻ ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അതായത് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലകൊള്ളുന്നതിനാൽ അനുഭവപ്പെടുന്നത് കൊണ്ട് കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വീശുന്നത്? തെക്ക് നിന്ന് വടക്കോട്ട്. അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സീസൺ അനുഭവപ്പെടുന്നത്. അതുപോലെ നോക്കിയേ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ആസ് 2 ബ്രാഞ്ചസ്. 2 രീതിയിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അറേബ്യൻ സീ ബ്രാഞ്ച്, അറബിക്കടലിൻ്റെ ശാഖ, അഥവാ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ബംഗാൾ ഉൾക്കടലിൻ്റെ ശാഖ. ഈ 2 രീതിയിലായിട്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് അറേബ്യൻ സീ ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കാം. അറേബ്യൻ സീ ശാഖയെക്കുറിച്ച് പഠിക്കാം. അറേബ്യൻ സീ ബ്രാഞ്ച് ദാറ്റ് റിച്ചസ് ദ കോസ്റ്റ് ഓഫ് കേരള. കേരള തീരത്ത് അറേബ്യൻ സീ ബ്രാഞ്ച് എത്തുന്നത് എപ്പോഴാണ്? ജൂൺ, ബൈ ഏർലി ജൂൺ മാസത്തിലാണ്. ദാറ്റ് കോസ് ഹെവി റെയിൻഫോൾ ഹിയർ. അതുകൊണ്ടാണ് ജൂൺ മാസത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. നോക്കിയേ, ദെൻ ഇറ്റ് അഡ്വാൻസസ് ടു കർണാടക, ഗോവ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആൻഡ് കോസ് റെയിൻഫോൾ ഇൻ ദ വെസ്റ്റേൺ പാർട്സ്. അതായത് തുടർന്ന് ഇവ എങ്ങോട്ട് മാറും? യെസ്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുകയും അവിടെ ഹെവി റെയിൻഫോൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിക്കേ. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തെത്തുന്ന അറബിക്കടലിൽ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു, മഴ നൽകുന്നു. തുടർന്ന് എന്ത് സംഭവിക്കും? ഈ ശാഖ എങ്ങോട്ട് നീങ്ങുന്ന പറഞ്ഞത്? കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കാം. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ശാഖ എങ്ങനെയാണ് എവിടെയാണ്, ഏത് ടൈമിൽ, ഏത് രാജ്യത്തിലൂടെ കടന്നു പോകുന്ന നോക്കാം. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എൻ്റർ ഇന്ത്യ ത്രൂ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ വഴിയാണ് ബേ ഓഫ് ബംഗാൾ ശാഖ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആൻഡ് ബൈഫാക്ച്വേറ്റ്സ് ഇൻ ടു 2 ബ്രാഞ്ചസ്. അവിടെ വെച്ച് 2 ബ്രാഞ്ചായിട്ട് പിരിയുകയാണ് ചെയ്യുന്നത്. 1 branch reaches northeastern states and causes heavy rainfall. ഇതിൽ ഒരു ബ്രാഞ്ച് വടക്കിഴക്കൻ ഭാഗത്തേക്ക് കടക്കുകയും അവിടെ വളരെയധികം മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക,
The other branch proceed to northwest and merge with Arabian Sea branch. നോക്കിക്കേ, സെക്കൻഡ് ബ്രാഞ്ച് നോർത്ത് വെസ്റ്റ് റീജിയനിലൂടെ എവിടെ വന്നെത്തിച്ചേരും? അറേബ്യൻ സീയിൽ വന്നെത്തിച്ചേരുകയും അറ്റ് പഞ്ചാബ് പ്ലെയിൻ ആൻഡ് കോസ് ഹെവി റെയിൻഫോൾ അലോങ് ദ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ്. അതുകൊണ്ട് ഹിമാലയൻ താഴ്വരകളിൽ അടിവാരങ്ങളിൽ ഹെവി റെയിൻഫോൾ അതുകൊണ്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. നോക്കിക്കേ, പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂട്ടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചാണ് സെക്കൻഡ് ബ്രാഞ്ച് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇന്ത്യയിലെത്തുന്നത് ത്രൂ വെസ്റ്റ് ബംഗാൾ വഴിയാണ്. അവിടെ വെച്ച് രണ്ടായിട്ട് പിരിയുന്നു അല്ലേ. അതിൽ വൺ ബ്രാഞ്ച് എങ്ങോട്ട് പാസ് ചെയ്യും? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് പാസ് ചെയ്ത് അവിടെ നല്ല ഹെവി റെയിൻഫോൾ കിട്ടുകയും നെക്സ്റ്റ് ബ്രാഞ്ച് നോക്കിക്കേ പ്രൊസീഡ് ടു നോർത്ത് വെസ്റ്റ് ആൻഡ് മാർജ് വിത്ത് അറേബ്യൻ സീ. അതായത് നെക്സ്റ്റ് ബ്രാഞ്ച് നോർത്ത് വെസ്റ്റ് റീജിയനിലൂടെ അറേബ്യൻ സീ ആയിട്ട് മീറ്റ് ചെയ്യുകയും ഹിമാലയൻ അടിവാരങ്ങളിൽ ഹെവി റെയിൻഫോൾ കിട്ടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണെ കുറിച്ച് പഠിക്കാം. നോക്കി, ഒക്ടോബർ നവംബർ ഈസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. ഡ്യൂറിങ് ദ പീരീഡ് സൺ ഷിഫ്റ്റ് ടുവേഴ്സ് സദേൺ ഹെമിസ്ഫിയർ റിസൾട്ടിങ് ഹൈ പ്രഷർ ഓവർ ഇന്ത്യൻ ഓഷ്യൻ. അതായത് സൂര്യൻ ഷിഫ്റ്റ് ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാരണം ഹൈ പ്രഷർ ഉയർന്ന മർദ്ദം ഇന്ത്യൻ ഓഷ്യനിൽ അനുഭവപ്പെടുകയും വിൻഡ് ബ്ലോസ് ഫ്രം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ടു ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോക്കിക്കേ, വിൻഡ് ബ്ലോ ചെയ്യുന്ന കാറ്റടിക്കുന്ന എങ്ങോട്ടാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് കാറ്റടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ സീസൺ ഇന്ത്യയിൽ അനുഭവപ്പെടുക. ഈ കാലയളവിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തെ മുന്നോട്ട്, അതായത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മാറുകയും അതിൻ്റെ ഫലമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്ന മർദ്ദം ഫോം ചെയ്യുന്നു. അതുകൊണ്ട് കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് തെക്കോട്ട് വടക്ക് കിഴക്ക് ദിശയിലാക്കി വീശുകയും ചെയ്യുന്നു. നമുക്ക് വിൻ്റർ സീസണെ കുറിച്ച് പഠിക്കാം. എക്സ്പീരിയൻസ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി മോസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഫോഗ്. ഇന്ത്യയിൽ വിൻ്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിസംബർ തൊട്ട് ഫെബ്രുവരിയാണ്. മോസ്റ്റ് ഓഫ് ദ പ്ലേസസിലും എന്തായിരിക്കും? നല്ല മഞ്ഞായിരിക്കും. പക്ഷേ നോക്കി, നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസ് ജനറലി വാം ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ്. ഡേയിൽ ചൂടും നൈറ്റിൽ തണുപ്പുമായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ഈ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയും? വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഈസ് ദ പിക്യുലാരിറ്റി ഓഫ് ദിസ് സീസൺ. അതായത് പാശ്ചാത്യ അസ്വസ്ഥതകളെയാണ്. അതായത് ഒരു സ്റ്റഡി ക്ലൈമറ്റ് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫ് ആയിരിക്കില്ല അല്ലേ. പല അസ്വസ്ഥതകളും പലതരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തരം ക്ലൈമറ്റിലാണ്. അതുകൊണ്ടാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദി സീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കെന്ത്? സമ്മർ സീസൺ, വേനൽക്കാലത്തെക്കുറിച്ച് പഠിക്കാം. നമ്മളാരും അതി ഇഷ്ടപ്പെടാത്തൊരു സീസണാണ് അല്ലേ സമ്മർ സീസൺ. നോക്കി, എക്സ്പീരിയൻസ് ഫ്രം മാർച്ച് ടു മെയിൽ. അതായത് നമ്മുടെ ലോങ് വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ഈ സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ വെക്കേഷൻ തരുന്നത്. എന്ന് തൊട്ട് മാർച്ച് ടു മെയിലാണ് നമുക്ക് സമ്മർ സീസൺ അനുഭവപ്പെടുക. നോർത്ത് ഇന്ത്യ എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ. നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് സമ്മർ സീസൺ. നോക്കിയേ, ഡ്യൂറിങ് സമ്മർ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് ഓവർ നോർത്തേൺ ഹെമിസ്ഫിയർ. സൺഡേ പൊസിഷൻ എവിടെയാണ്? ഉത്തരായനത്തിലായിരിക്കും. അതുപോലെ ലൂ, മാംഗോഷവർ എക്സെട്ര ലൈക്ക് ലോക്കൽ വിൻസ്, പ്രാദേശിക കാറ്റുകളാണ് ലൂ, മാംഗോഷവർ ഒക്കെ അനുഭവപ്പെടുന്നത് ഈ സമയത്താണ്. എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദിസ് സീസൺ. നോക്കിയേ, സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് വീശുന്ന ചില പ്രാദേശിക വാതകങ്ങളാണ് ഏതൊക്കെ? ലൂ, മാംഗോ ഷവേഴ്സ്. ഓക്കെ, നോക്കിയേ, ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ
ഡസ് ജസ്റ്റിസ് ടു ദ ടൈറ്റിൽ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. എക്സ്പ്ലെയിൻ. നോക്കി, ഇന്ത്യയുടെ ഓരോ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും വൈവിധ്യങ്ങളുടെ നാട് എന്ന ശീർഷകത്തോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കി, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. കറക്റ്റ് അല്ലേ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു, വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. എല്ലാം കൊണ്ടും ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പൊളിറ്റിക്സ്, ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഭൂശാസ്ത്രപരമായിട്ടും വ്യത്യാസങ്ങളുണ്ട്. അതുവേണം റേസിയൽ ഡിഫറൻസ് ഉണ്ട്, വംശീയപരമായിട്ട് വ്യത്യാസങ്ങളുണ്ട്, വിശ്വാസങ്ങളിൽ വ്യത്യാസമുണ്ട് അല്ലേ, കൾച്ചറൽ ഡിഫറൻസ്, എല്ലാം ഡിഫറൻസാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വൈവിധ്യങ്ങളുടെ നാടെന്ന് പറയുന്നത് 100% അർത്ഥവത്താണ്. നോക്കി, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. ദിസ് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ എവറി ആസ്പെക്റ്റ് സച്ച് ആസ് ഫിസിയോഗ്രാഫി ആൻഡ് ക്ലൈമറ്റ്, ലൈഫ് സ്റ്റൈൽ, കൾച്ചർ, ഫ്ലോറ ആൻഡ് ഫൂന ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അല്ലേ, സസ്യ ജന്തുജാലങ്ങളെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ എല്ലാം ഒരുപോലെയാണോ? അല്ല, നാച്ചുറൽ റിസോഴ്സിലെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണെന്ന പ്രസ്താവന വളരെയധികം ശരിയാണ്. എന്താണ്? ഫിസിയോഗ്രാഫിയിലും കാലാവസ്ഥയിലും ജീവിതശൈലിയിലും സംസ്കാരത്തിലും സസ്യജന്തുജാലങ്ങൾ, അതുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ എല്ലാത്തിലും വൈവിധ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് 100% അർത്ഥവത്താണെന്ന് പറയാം. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചത്? മെയിനായിട്ട് പഠിച്ചത് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിയാണ് അല്ലേ, ഫിസിയോഗ്രാഫിയാണ്. പല രീതിയിലും ഇന്ത്യയിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു മെയിൻ ഫോർ ക്ലാസിഫിക്കേഷൻ ഫിസിയോഗ്രാഫി അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിയിലുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? യെസ്, നോർത്തേൺ മൗണ്ടൻ സിസ്റ്റം പഠിച്ചു, നോർത്തേൺ പ്ലെയിൻ പഠിച്ചു, പെനിൻസുലർ പ്ലേറ്റോ പഠിച്ചു അല്ലേ, അതുപോലെ കോസ്റ്റൽ പ്ലെയിനും പഠിച്ചു. ഈ 4 സെക്ഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചത്. നോർത്തേൺ മൗണ്ടൻ സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് ഹിമാലയാസിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ, ഹിമാലയാസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതുകൊണ്ട് അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയെക്കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് നോർത്തേൺ പ്ലെയിനിലുള്ള ഡിഫറെൻറ്റ് സോയിൽ, എന്തുകൊണ്ടാണ് കൂടുതൽ കൃഷി നോർത്തേൺ പ്ലെയിനിൽ വന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. കോസ്റ്റൽ ഏരിയ, അതുകൊണ്ട് കോസ്റ്റൽ പ്ലെയിനിൽ 2ആയിട്ട് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്നോടെ റിവൈൻഡ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇട്ട് ടീച്ചർ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടീച്ചർ ഈ ഒരു പോർഷൻസ് റെഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിംപ്ലിഫൈഡ് ഫോമിലാണ് ഇതിൽ തന്നിരിക്കുന്നത്. അതുകൂടാതെ ലാസ്റ്റ് 5 years ആനുവൽ എക്സാമിൻ്റെ റിവൈസ്ഡ് ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ ടീച്ചർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.